ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ ക്ഷേത്രം. 2025 മാർച്ച് 5 മുതൽ മാർച്ച് 14 വരെയാണ് ദേവിയുടെ ഉത്സവം. മാർച്ച് 13 വ്യാഴാഴ്ചയാണ് പൊങ്കാല ഇടുന്നത്. ഇനി നമുക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. 12 ദിവസം 9, 7, 5, 3 എന്നീ ദിവസങ്ങളിൽ നമുക്ക് എത്രയും ദിവസം നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ഇതിനൊന്നും സാധിക്കില്ല ചെങ്ങ പൊങ്കാലയുടെ തലേദിവസം നമുക്ക് വ്രതമെടുത്ത് പിറ്റേ ദിവസം നമുക്ക് പൊങ്കാല ഇടാവുന്നതാണ്. വ്രതം എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആ വ്രതം എടുക്കുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് നമ്മുടെ വീടും പരിസരമൊക്കെ അടിച്ച് ശുദ്ധിയാക്കി ഒന്നുകിൽ ചാണകവെള്ളം തെളിക്കുകയോ അല്ലാച്ചെങ്കിൽ തുളസി തീർത്ഥം തെളിക്കുക, അല്ലെങ്കിൽ മഞ്ഞളും ഉപ്പും കൂടിയുള്ള വെള്ളം തെളിച്ച് നമ്മുടെ വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കുക. പ്രത്യേകിച്ച് മാംസാദികളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാതെ നമ്മുടെ ഫ്രിഡ്ജായാലും അടുക്കളയായാലും ഒക്കെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബ്രഹ്മചര്യം പാലിക്കണം. നമ്മൾ എത്ര ദിവസം മുന്നേ ആണോ വ്രതം എടുക്കുന്നത് ആ ദിവസങ്ങളിലെല്ലാം ഇതൊക്കെ നമ്മൾ പാലിച്ചു വരണം. അതുപോലെ തന്നെ വ്രതം എടുക്കുമ്പോൾ നമ്മൾ രണ്ടു നേരവും കുളിച്ച് ദേവിക്ക് വിളക്ക് വയ്ക്കാൻ ശ്രമിക്കുക. ദേവിയുടെ കീർത്തനങ്ങൾ, ദേവിയുടെ നാമങ്ങൾ, സ്തുതികൾ ഇതെല്ലാം ചൊല്ലാനായിട്ട് ശ്രമിക്കുക. പറ്റാവുന്നവരെ രണ്ടു നേരവും ദേവി ക്ഷേത്ര ദർശനം ചെയ്താൽ വളരെ വളരെ നല്ലതാണ്. പിന്നെ വ്രതം എടുക്കുമ്പോൾ നമ്മൾ ഈ 9 ദിവസം വ്രതം എടുക്കായാലും 12 ദിവസമായാലും 5 ദിവസമായാലും നമ്മളെ എങ്ങനെയാണ് ഭക്ഷണ രീതി എന്ന് വെച്ചാൽ നമ്മൾ ഒരു നേരമാണ് അരിയാഹാരം കഴിക്കുള്ളൂ. ബാക്കിയുള്ള 2 നേരം ഗോതമ്പോ പഴമോ പാലോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അതുപോലെ പൊങ്കാല ഇടുന്ന ദിവസം നമ്മൾ രാവിലെ ഒന്നും കഴിക്കില്ല. ദേവിക്ക് പൊങ്കാല ആയതിന് ശേഷമേ നിവേദ്യം കഴിഞ്ഞിട്ടല്ല, പൊങ്കാല നമ്മൾ ശരിയാക്കില്ലേ, അതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ. ഇനി അസുഖമുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് ചായയോ പാലോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. ആ മനഃശുദ്ധിയോടുകൂടി വ്രതമെടുത്ത് ദേവിയോട് ചേർന്നിരുന്ന് നാമങ്ങളെല്ലാം ചൊല്ലി ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പൊങ്കാല ഇടുന്ന ഒരാളുടെ പൊങ്കാല ദേവി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കും. അതിലൊന്നും പേടിക്കണ്ട. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ക്ഷേത്രത്തിൽ പോയിട്ട് പൊങ്കാല ഇടാൻ സാധിക്കുന്നവരൊക്കെ അവിടെ പോയി പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അത് അങ്ങനെ സാധിക്കുക പറഞ്ഞാൽ തന്നെ വളരെ വളരെ ഭാഗ്യമുള്ളവർക്കാണ് അങ്ങനെ സാധിക്കുള്ളൂ. ഇനി അങ്ങനെ സാധിക്കാത്ത ആളുകൾ ഇപ്പോൾ ആ ചുറ്റുപാടിലൊന്നല്ല ജീവിക്കുന്നത്, കുറേ ദൂരമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് പോകാനായിട്ട്, അപ്പോൾ നമുക്ക് പൊങ്കാല ഇടണം, ദേവിക്ക് പൊങ്കാല സമർപ്പിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് വെച്ചെങ്കിൽ നമ്മൾ വീട്ടിൽ സമർപ്പിച്ചതുകൊണ്ടും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ വീട്ടിലാണല്ലോ സമർപ്പിച്ചത്. അപ്പോൾ നമ്മൾ വീട്ടിലാണ് ഇടുന്നതെങ്കിലും നമ്മൾ ദേവിയുടെ അടുത്താണ് എന്ന് നമ്മൾ മനസ്സിലങ്ങോട്ട് സങ്കല്പിച്ച് വീട്ടിൽ നമ്മൾ ചാണകവെള്ളമൊക്കെ ഒന്നുകിൽ ചാണകം മെഴുകിയിട്ട് അടുപ്പ് കൂട്ടുക നല്ലതാണ്, അല്ലെങ്കിൽ ചാണകവെള്ളം തെളിച്ചാലും മതി. അടുപ്പ് കൂട്ടി പുതിയ മൺകലത്തിൽ തന്നെ നമ്മൾ പൊങ്കാല ഇടുക. പിന്നെ മൺകലത്തിന് ചുറ്റും നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊടിയിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും മാല കലത്തിന് മുകളിലായിട്ട് കെട്ടുന്നത് നല്ലതാണ്. ഇന്ന് നമ്മൾ പൊങ്കാല ഇടുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗണപതിക്ക് ഒരുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു തൂശനയില എടുത്തിട്ട് അതിൽ അക്ഷതം വെക്കുക. അക്ഷതം എന്ന് പറയുന്നത് നെല്ലും ഉണക്കലരിയും കൂടിയിട്ട് ആ ഇലയിൽ വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് വിളക്ക് വെക്കുക. വിളക്കിൽ എണ്ണയൊഴിച്ച് വേണമെങ്കിൽ നമുക്ക് 5 ഭദ്രദീപം കൊളുത്താം. അതല്ല വെച്ചെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് നമുക്ക് ആ വിളക്ക് കത്തിച്ച് വെക്കാം. അതിനുശേഷം ആ വിളക്കിന് മുന്നിലായിട്ട് ഒരു തൂശനിലയും കൂടി ഇട്ടിട്ട് അവില്, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, പഴം, ഓറഞ്ച്, ആപ്പിള്, അതുപോലെ തേങ്ങ, വെറ്റില, അടയ്ക്ക എന്നിവയൊക്കെ വെച്ച് ഒരു കിണ്ടിയിൽ ജലം സമർപ്പിച്ച് തുളസിയിലിട്ട് ജലവും കൂടി വെക്കുക. അതുപോലെ തന്നെ ചന്ദനത്തിരിയും കത്തിച്ച് വെക്കുക. എന്നിട്ട് ആ അവിലും മലരൊക്കെ ഇല്ലേ അതിന് മുകളിൽ കൂടി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്താൽ ഗണപതിക്ക് ഒരിക്കൽ പൂർത്തിയായി.
എന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യായാലും ആ കർമ്മങ്ങൾ തടസ്സം കൂടാതെ സാധിക്കുവാൻ വിഘ്നേശ്വരനെ സമർപ്പിക്കുന്ന നിവേദ്യമാണ് ഗണപതിക്ക് ഒരുക്കുക. നമ്മൾ അതുപോലെ തന്നെ അടുപ്പ്, പൊങ്കാല ഇടാനുള്ള അടുപ്പ് നമ്മൾ വീട്ടിലാണെങ്കിൽ കിഴക്കൂട്ട് ദർശനമായിട്ടാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത്. ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് ദേവിയുടെ സാന്നിധ്യമുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ദിക്കിലേക്കായാലും പൊങ്കാല ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ക്ഷേത്രത്തിൽ ശ്രീകോവിലിനുള്ളിൽ നിന്ന് പണ്ടാരടുപ്പിലേക്ക് തീ പകരുമ്പോൾ അതിന് ശേഷമാണല്ലോ നമുക്ക് അവിടെ ഇരിക്കുന്നവർക്കൊക്കെ എന്താ പറയുക, അഗ്നി പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം വരെയും നമ്മളിങ്ങനെ ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ ലോകത്തിന് മുഴുവൻ ശാന്തി സമാധാനവും നിലനിർത്താൻ വേണ്ടിയിട്ട് ദേവിയോട് അപേക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലമാകാനും ദേവി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദേവിയോട് മനമുരുകി പ്രാർത്ഥിച്ചിട്ട് വേണം ആ ദീപം അല്ലെങ്കിൽ ആ അഗ്നി നമ്മളുടെ അടുപ്പിലേക്ക് നമ്മൾ സ്വീകരിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് വീട്ടിൽ പൊങ്കാല ഇടുന്നവരും നമ്മൾ കത്തിച്ച് വെച്ച നിലവിളക്കിൽ നിന്ന് കൊടിവിളക്കിലേക്ക് തീ പകർന്ന് നമ്മൾ ചൂട്ടുപയോഗിച്ച് നമ്മളെ അടുപ്പിലേക്ക് തീ പകരുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, ഈ ദീപം പോലെ നമ്മളുടെ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ നിറഞ്ഞ് പ്രകാശം പരത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മുടെ അടുപ്പിലേക്ക് ചൂട്ട് കത്തിച്ച് വയ്ക്കുക. അതുപോലെ നമ്മൾ പൊങ്കാല ഇടുമ്പോൾ തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചൂട്ട്, കൊതമ്പ് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുക. അതുപോലെ നമുക്ക് ഇപ്പോൾ നിവേദ്യം സമർപ്പിക്കുന്ന ആ സമയം നമുക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് ആ സമയം അവൈലബിൾ ആയിരിക്കും. ആ സമയം നോക്കി നമ്മൾ തുളസി തീർത്ഥം നമ്മൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ എപ്പോഴാണോ നിവേദ്യം സമർപ്പിക്കുന്നത് ആ സമയത്ത് നമ്മൾ തുളസി തീർത്ഥം തെളിച്ച് ദേവിക്ക് ആ നിവേദ്യം നമ്മൾ സമർപ്പിക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിലുള്ളവരും അയൽവക്കത്തുള്ളവർക്കും ഒക്കെ കൊടുത്ത് കഴിക്കുക. ആ നിവേദ്യം ഒരിക്കലും പാഴാക്കി കളയരുത്. അതുപോലെ ദേവിക്ക് ശർക്കര പൊങ്കൽ ഉണ്ടാക്കി കൊടുക്കാം, വെള്ള നിവേദ്യം ഉണ്ടാക്കി കൊടുക്കാം, മണ്ടപ്പുറ്റ്, തെരളിയപ്പം, ഇതെല്ലാം ദേവിക്ക് നമുക്ക് കഴിയുന്നതൊക്കെ ദേവിക്ക് നമുക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇനി അപ്പോൾ വ്രതമെടുക്കേണ്ടതും നിവേദ്യം സമർപ്പിക്കേണ്ടതും പൊങ്കാല ഇടുന്നതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പീരീഡ്സ് ടൈം ആയിട്ടുള്ള ആളുകൾ 7 ദിവസം കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം മാത്രമാണ് പൊങ്കാല ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മരണ വീട്ടിൽ പുലയുള്ളവർ 16 ദിവസം കഴിഞ്ഞിട്ടാണ് പൊങ്കാല ഇടേണ്ടത്. അതുപോലെ പ്രസവിച്ച് കിടക്കുന്ന വീട്ടിലാണെങ്കിൽ 11 ദിവസം കഴിഞ്ഞിട്ടാണ് പൊങ്കാല ഇടാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പൊങ്കാല ഇടാൻ ക്ഷേത്രത്തിലേക്ക് പോവാം. അതിനുള്ള വ്രതമൊക്കെ എടുത്തിരിക്കുന്ന ആളുകളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പീരീഡ്സ് ആയി എങ്കിൽ വിഷമിക്കേണ്ട. നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം മാറ്റി ശുദ്ധിയാക്കി വെക്കുക. ഈ പീരീഡ്സ് ആയ ആളെ നമ്മൾ മാറ്റി നിർത്തുക, ഒന്നിനും തൊടിയിക്കാതെ. അങ്ങനെ നമുക്ക് പോയിട്ട് പൊങ്കാലിട്ട് വരാവുന്നതാണ്. അതിലൊന്നൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്ന് തൊട്ടാണോ നമ്മൾ വ്രതം എടുത്ത് തുടങ്ങുന്നത് അപ്പോഴേ നമ്മൾ ദേവിയുടെ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ദേവീനെ നമ്മൾ മാനസപൂജ ചെയ്യുക, ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുമ്പോൾ മൈൻഡ് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ ദേവീനെ അലങ്കരിക്കുന്നത് മാനസപൂജയിൽ കണ്ട് അങ്ങനെ ദേവിയോട് ചേർന്നിരിക്കാനായിട്ട് വേറെ ചിന്തകളിലേക്ക് പോവാതെ ഈ വ്രതമെടുത്ത് അത്രയും ശുദ്ധിയോടുകൂടി ദേവിയോട് കൂടെ ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വ്രതം എടുത്ത് ഈ പൊങ്കാല ഇടുമ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹം അതെല്ലാം ദേവി സാധിപ്പിച്ചു തരും. ആഗ്രഹങ്ങൾ ശുദ്ധമായിരിക്കണം കേട്ടോ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നത് പോലെ തന്നെ അത് മറ്റുള്ളവരുടെ ദോഷത്തിനായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ദേവി സാധിപ്പിച്ചു തരില്ല. നമ്മൾ ശുദ്ധമായ ആഗ്രഹങ്ങൾ ദേവി സാധിപ്പിച്ചു തരും. അതുപോലെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഈ നാട്ടിൻപുറത്ത് ചെയ്യുന്ന പോലെ അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാൻ സാധിക്കില്ല. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലേദിവസം മാത്രമല്ല, എപ്പോഴാണോ അവർ വ്രതം എടുത്ത് തുടങ്ങുന്നത് പൊങ്കാല ഇടാനായിട്ട് ആ ദിവസം മുതലേ തന്നെ വീട് ശുദ്ധിയായിട്ടിരിക്കണം. മത്സ്യമാംസാദികളൊന്നും അടുക്കളയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ തലേദിവസം നമ്മൾ അടുക്കളയെല്ലാം നല്ല ക്ലീനാക്കി ഗ്യാസെല്ലാം തുടച്ച് വൃത്തിയാക്കി നമ്മൾ പൊങ്കാലയ്ക്ക് തയ്യാറാവണം. അതുപോലെ തുളസി ചാണകവെള്ളം ഒന്നും ഇപ്പോൾ അവിടെ കിട്ടില്ല. തുളസി ഇനി കിട്ടാത്തവരാണെങ്കിൽ മഞ്ഞളും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളം കൊണ്ട് നമ്മൾ അടുക്കളയൊക്കെ തെളിച്ച് ശുദ്ധിയാക്കിയിടുക. എന്നിട്ട് നമുക്ക്
പൊങ്കാല ഇടാവുന്നതാണ് പിറ്റേ ദിവസം. അപ്പോൾ നമ്മൾ ദേവിയുടെ ആറ്റുകാൽ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് അടുക്കളയിൽ വെച്ച് ഈ പറഞ്ഞ മാതിരി ഗണപതിക്കൊക്കെ ഒരുക്കി കിഴക്കോട്ട് ദർശനമാക്കിയിട്ട് ഗണപതിക്ക് ഒരുക്കി വിളക്ക് വെച്ച് ആ വിളക്കിൽ നിന്ന് കൊടിവിളക്കിലേക്ക് തീ പകർന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് മൺകലം തന്നെ ഉപയോഗിക്കണം കേട്ടോ പൊങ്കാല ഇടാനായിട്ട്. പുതിയത് ആ മൺകലം വെച്ച് നമുക്ക് പൊങ്കാല ഇടാം. ഇനി ഗ്യാസ് സിലിണ്ടറിൻ്റെ അടുത്ത് ഒന്നും വിളക്ക് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അടുക്കളയിൽ ഇനിയിപ്പോൾ വിളക്ക് വെക്കാൻ സ്പേസ് ഒന്നും ഇല്ല ചെങ്കിൽ വിളക്ക് വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല, സൂക്ഷിച്ച് അത് വേറെ സ്ഥലത്തായാലും ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വിളക്ക് വയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും താഴെ നല്ല ശുദ്ധിയാക്കിയിട്ടൊക്കെ അവിടെ വിളക്ക് വെച്ച് ഗണപതിക്ക് ഒരുക്കിയിട്ട് അതിൽ നിന്ന് ഗ്യാസിലേക്ക് തീ പകർന്നിട്ട് നമുക്ക് പൊങ്കാല ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ആപത്ത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് പൊങ്കാല ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ദേവിയുടെ പരിസരം ശുദ്ധിയായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും തേങ്ങ തിരുമിയതോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളോ അതിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ വാഴയിലയിലൊക്കെ കെട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല പാത്രങ്ങളിലൊക്കെ ആക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ദേവിയുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ദേവിയുടെ ആറ്റുകാൽ പൊങ്കാല എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയൊക്കെ വ്രതമെടുത്ത് ശാന്തി സമാധാനമൊക്കെ ലഭിക്കാനായിട്ടും നല്ല രീതിയിൽ പൊങ്കാല ഇടാനായിട്ടും സാധിക്കട്ടെ. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൾ.